ഓരോ ദിവസത്തിനും അതിനാവശ്യമായ ദൈവകൃപ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. നിനക്കാവശ്യമായ കൃപ, ഇന്നത്തെ ദിവസത്തേക്ക് നിനക്കാവശ്യമായ അത്ഭുതകരമായ ദൈവകൃപ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അത് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മൾ കാണുന്നത്. ഹെബ്രായർ 11:1 നമ്മൾ കാണുകയാണ്, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അപ്പോൾ കാണപ്പെടാത്തവയുണ്ട്, കാണപ്പെടാത്ത ദൈവമുണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. സങ്കീർത്തനം നമ്മൾ കാണുന്നുണ്ട്, അവിടുത്തെ വചനം നമ്മുടെ പാദങ്ങൾക്ക് വെളിച്ചമാണ്. അവിടുത്തെ വചനം നമ്മുടെ മുൻപിൽ വെളിച്ചമായി കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു മലമുകളിൽ നിന്ന് വെളിച്ചമായി നമ്മളെ വഴി നടത്തുന്നു എന്നുള്ളതല്ല, പാദങ്ങൾക്ക് വെളിച്ചമാണ്. പാദങ്ങൾക്ക് വെളിച്ചം എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് മുൻപിലുള്ള ഇരുട്ടിനെ അത് മാറ്റിത്തരും. ഓരോ ദിവസവും നമ്മുടെ മുൻപിലുള്ള ഇരുട്ടിനെ മാറ്റി നമ്മളെ മുൻപോട്ട് നയിക്കുകയാണ്. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ദൈവത്തിനറിയാം. ആ ദൈവം നമ്മൾ തട്ടി വീഴാതെ, തെറ്റുപറ്റാതെ വെളിച്ചമാകുന്ന വചനത്തിലൂടെ ഓരോ ദിവസവും നമ്മളെ തൻ്റെ കൃപയിലൂടെ വഴി നടത്തുകയാണ്. പലപ്പോഴും നമുക്കിഷ്ടം എവിടുന്നെങ്കിലും ഒരു വലിയ ലൈറ്റ് നമ്മുടെ വഴി മുഴുവൻ ക്ലിയറാക്കി നമ്മളെ കാണിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു കാര്യം. എന്നാൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന പാത എന്താ? നമ്മുടെ പാദത്തിന്, നമ്മുടെ ഫീറ്റ് ഓഫ് ലാംപ് ടു അവർ ഫീറ്റ്, വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ പാദങ്ങൾക്ക് വെളിച്ചമാണ്. നമ്മൾ കല്ല് തട്ടാതെ ഓരോ ദിവസവും ആ വചനത്തിൻ്റെ ശക്തിയിലൂടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ ആ ദൈവത്തിൻ്റെ പ്രോമിസുകൾ, ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതികൾ നമ്മുടെ ജീവിതത്തിലെല്ലാം നടപ്പാകും. ഇവിടെ വിശ്വസിക്കുക. ജെറമ്യ 29:11, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ആ പദ്ധതി ദൈവം നിനക്കായി ഒരുക്കിയിട്ടുണ്ട്. ആമേൻ.